ദൈനംദിന ജീവിതത്തിൽ ഓരോരുത്തരും പൊതുഗതാഗതത്തെ വളരെയധികം ആശ്രയിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് റെയിൽവേ ഗതാഗതം. ഇന്ത്യയിൽ 7461-ലധികം റെയിൽവേ സ്റ്റേഷനുകളും വിവിധ നഗരങ്ങളിലായി 500-ലധികം മെട്രോ സ്റ്റേഷനുകളും ഉണ്ട്. ഇവിടങ്ങളിലേക്ക് യാത്രയ്ക്കായി എത്തുന്നവർ പലതരത്തിലുള്ള സൈൻ ബോർഡുകളും കാണാറുണ്ട്. പക്ഷേ അവയൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. അത്തരത്തിൽ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിലും മെട്രോ സ്റ്റേഷനുകളിലും എത്തുന്നവർ കാണുന്ന സ്ഥിരം കാഴ്ചയാണ് മഞ്ഞ ടൈലുകൾ. പ്ലാറ്റ്ഫോമുകളിലെ ചില പ്രത്യേക ഭാഗത്ത് വിവിധ തരത്തിലുള്ള മഞ്ഞ ടൈലുകൾ പാകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്തിനാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലർ ചിന്തിക്കുന്നത് പ്ലാറ്റ്ഫോം കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ്. എന്നാൽ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായാണ് പ്ലാറ്റ്ഫോമുകളിൽ മഞ്ഞ ടൈലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കാഴ്ച വൈകല്യമുള്ളവർക്ക് യാത്ര ചെയ്യാൻ കൂടുതൽ ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട്. മഞ്ഞ ടൈലുകൾ ഒരു ലൈഫ് ലൈൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവയെ 10G ബ്ലോക്കുകൾ അല്ലെങ്കിൽ ബ്രെയിൽ ടൈലുകൾ എന്നും വിളിക്കാറുണ്ട്. കാഴ്ചയില്ലാത്തവർക്കും കാഴ്ച കുറവുള്ളവരുമായ കാൽനട യാത്രക്കാരെ സഹായിക്കുന്നതിനായി ആദ്യകാലങ്ങളിൽ ഈ ടൈലുകൾ പൊതുവിടങ്ങളിൽ സ്ഥാപിച്ചിരുന്നു. റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ പ്രധാനമായും 2 തരത്തിലുള്ള മഞ്ഞ ടൈലുകളാണ് പാകിയിരിക്കുന്നത്. കുത്തുകൾ ഉയർന്നു നിൽക്കുന്ന മഞ്ഞ ടൈലുകളും നീണ്ട വരെയുള്ള മഞ്ഞ ടൈലുകളുമാണ് സ്ഥാപിക്കുന്നത്. കുത്തുകൾ ഉയർന്നു നിൽക്കുന്ന മഞ്ഞ ടൈലുകൾ ജാഗ്രതാ മേഖലകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവ പ്രധാനമായും പ്ലാറ്റ്ഫോമിന്റെ അരികുകൾ, എസ്കലേറ്ററുകൾ, പടികൾ എന്നിവയ്ക്ക് സമീപമായാണ് സ്ഥാപിക്കുന്നത്. വടി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഈ ഉയർന്ന കുത്തുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നീളമുള്ള വരകളുള്ള മഞ്ഞ ടൈലുകൾ കാഴ്ച വൈകല്യമുള്ള ആൾക്കാർക്ക് നേരായ ദിശയിൽ നടക്കാൻ സാധിക്കും. ഇവ പ്രധാനമായും എസ്കലേറ്ററുകൾ, ടിക്കറ്റ് കൗണ്ടറുകൾ എന്നിവയിലേക്കാണ് നയിക്കുന്നത്. 1967 ജപ്പാൻകാരനായ സെയ്ചി മിയാക്കിയാണ് ഈ സംവിധാനം അവതരിപ്പിച്ചത്. ജപ്പാനിലെ കെയാമ സിറ്റിയിലാണ് ആദ്യമായി സ്പർശനത്തിലൂടെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടൈലുകൾ പാകിയത്. ഇന്ന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഈ സംവിധാനം നടപ്പിലാക്കി വരുന്നുണ്ട്.